ഇടതു ക്യാമ്പിലേക്ക് പോയാൽ അവസാന ഘട്ടത്തിലേക്കൊക്കെ തിരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ആത്മവിശ്വാസം ഇരട്ടിയായതായാണ് LDFന്റെ സ്ഥാനാർത്ഥി പി സരിൻ പറയുന്നത്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതിനെക്കുറിച്ച് പ്രതികരണത്തിനില്ല എന്നും സന്ദീപ് പറഞ്ഞു. പ്രസാദ് ഉടുമ്പശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന് ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ. നമ്മളോടൊപ്പം LDF സ്ഥാനാർത്ഥി പി സരിൻ ചേരുന്നുണ്ട്. ഇപ്പം നമ്മൾ പ്രചരണം ഒരു മാസം കഴിഞ്ഞു ഏറെക്കുറെ. എത്രത്തോളം ആത്മവിശ്വാസം വരുന്നുണ്ട്? പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞോ? എന്താണ് തുടക്കത്തിലുള്ള ആത്മവിശ്വാസം ഒരു 3 ഇരട്ടിയായി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അല്ല ഞാൻ പറയുന്നത്, ജനങ്ങളാണല്ലോ നമ്മളെ ആത്മവിശ്വാസത്തോടെ സ്വീകരിച്ച് വോട്ട് ചെയ്യാൻ വരേണ്ടത്. അവരുടെ വോട്ട് എന്ന് പറയുന്നത് ഏറ്റവും വിലയേറിയ ഒരു അവകാശമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നമ്മൾ ഈ ക്യാമ്പയിനിലൂടെ ശ്രമിച്ചത്. ആ വിലയേറിയ വോട്ടിൻ്റെ വില അറിയാത്തവരെ ആ വില പഠിപ്പിക്കണമെന്നും 1.5 വർഷം കൊണ്ട് ഈ നാടിന് സംഭവിക്കേണ്ട മാറ്റങ്ങൾക്ക് ഒരാളും നാഥനും ഉണ്ടാകണമെന്നുമുള്ള ആവശ്യമാണ് ജനങ്ങളും തിരികെ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആളുകളുടെ മനസ്സിൽ വലിയൊരു സ്ഥാനമുണ്ട്. അവരത് നമുക്ക് അറിഞ്ഞു നൽകുന്നതാണ്. നമ്മളാൽ പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം LDFന്റെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി തന്നെയായിരുന്നു LDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. അപ്പം ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ ഒന്ന് തിരിച്ചു പിടിക്കുക, രണ്ടാമത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതിനേക്കാൾ മികച്ച രീതിയിലേക്ക് വരിക എന്നുള്ളതാണ്. എന്തായാലും അതിലേക്കെല്ലാം ഈ ആളുകളുടെ നിങ്ങളുടെ ക്യാമ്പയിൻ ഓരോ വിഷയങ്ങളിലും കൃത്യമായി ക്യാമ്പയിൻ നടത്തിയിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ആളുകളുടെ മനസ്സിലേക്ക് വന്നു എന്ന് തന്നെയാണോ കരുതുന്നത്? തീർച്ചയായിട്ടും ഞങ്ങളത് ആളുകളുടെ മനസ്സിലേക്ക് വരുന്നതിന് വേണ്ടി ഒന്നും ചെയ്തതല്ല. ആളുകളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കുന്ന വിഷയങ്ങളെ അവതരിപ്പിക്കാനുള്ള രാഷ്ട്രീയ അവബോധം ഇടതുപക്ഷത്തിനുണ്ട്. ഞങ്ങളുടെ മറുപടികൾ, ഞങ്ങളുടെ വിഷയങ്ങൾ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് കേവലം രാഷ്ട്രീയമായി ഇടതിൻ്റെ പ്രശ്നങ്ങളോ വിഷയങ്ങളോ അല്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ വിഷയങ്ങൾ, പരിഹാരങ്ങൾ ചെയ്യുമെന്നുള്ള ഉറപ്പ് കൊടുക്കൽ, അത് കാണിച്ചു കൊടുക്കാനും ചെയ്തു തീർക്കാനുമുള്ള ഒരാളായി ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA ഇവിടെ നിന്ന് ഉണ്ടാകണം. ചെയ്യുമെന്നൊറ്റ വാക്കിനുള്ള ശക്തി എന്താണെന്ന് ജനങ്ങൾ വോട്ട് ചെയ്ത് തെളിയിക്കാൻ കൂടി പോവുകയാണ്. ടെസ്റ്റുകളുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് സമീപകാലത്തൊന്നും നമ്മൾ കേട്ടറിവില്ല. ഇപ്പോൾ ഏറ്റവും വലിയ ടെസ്റ്റ് എന്ന് പറയുന്നത് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി. സന്ദീപ് വാര്യർ നേരത്തെ LDFനോ അല്ലെങ്കിൽ CPMനൊപ്പം ചേരുന്നൊക്കെയായിരുന്നു വന്നു കണ്ടിരുന്ന വാർത്തകളൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഈ സന്ദീപ് വാര്യരുടെ ഈ കോൺഗ്രസിലേക്ക് പോക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ബാധിക്കുന്നു? ഞാനതൊന്നും മറുപടി പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളെ അല്ല. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, കാരണം ഇന്നലെയൊക്കെ ജനങ്ങൾക്ക് ഞാൻ ചെന്ന് കാണുന്ന ഒരാൾ പോലും അവരവരുടെ നിത്യവൃത്തിയിൽ അവർ വ്യാപൃതരാണ്. അതൊക്കെ ചെയ്തിങ്ങനെ മുന്നോട്ട് പോകും. അവരിത് അറിയുന്നില്ല, മറുപടി പറയുന്നില്ല എങ്കിൽ പോലും നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പം ഈ അങ്ങനെ ഒരു പോക്ക്, ഒരു BJPയുടെ പ്രധാന ഒരു മുഖമായിരുന്ന ഒരാൾ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ കാര്യങ്ങളെ ബാധിക്കുമെന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ. അങ്ങനെ തോന്നി? എനിക്ക് അങ്ങനത്തെ യാതൊരു കൺസേൺസും ഇല്ല. ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരുപാട് കൺസേൺസ് ഉള്ള ഒരാളാണ്. അവിടെ അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഒരു വാശി പോലെ തന്നെയാണ് ഞാൻ എപ്പോഴും കാണാറുള്ളത്. അത് നല്ലതിനായിട്ടുള്ള വാശിയാണെന്ന് എനിക്ക് തോന്നുന്നു. ജനങ്ങൾക്കത് മനസ്സിലാവുന്നുമുണ്ട്. കമ്മിറ്റ്മെൻറ്റ് കാട്ടിക്കൂട്ടലിലൂടെ കാണിച്ചവരെ ശിക്ഷിക്കാനറിയാം. ഈ നേരത്തെ പറഞ്ഞ പോലെ വേറെ രീതിയിലെ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്ക് ഇടം നൽകുന്നതിന് വേണ്ടി ജനങ്ങളുടെ തീരുമാനത്തെ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാമെന്ന് ധരിച്ചവരോടൊക്കെ ജനങ്ങളല്ലേ മറുപടി പറയാം, ഞാനല്ലല്ലോ. ജനങ്ങളുടെ മറുപടിക്കായി കാത്തിരിക്കാം. ഒരു സ്ഥലത്ത് കേരളം ഏറ്റവും വലിയ കൊട്ടിക്കലാശമായിരിക്കും എന്നുള്ള തർക്കമില്ല. എന്നാലും ഇടതുപക്ഷം പാലക്കാട് ഒരുക്കാൻ പോകുന്ന കൊട്ടിക്കലാശം ചരിത്രത്തിൽ ഇതുവരെ കേരളം കാണാത്തത് തന്നെയായിരിക്കും. എല്ലാവിധ ആശംസകളും. അതാണ് സരിൻ. ഇനി അവസാനവട്ട പ്രചരണത്തിലേക്കാണ്. ഇനി ഒരു ദിവസം കൂടിയേ ഉള്ളൂ സരിനെ സംബന്ധിച്ചിടത്തോളം പ്രചരണത്തിന്, കൊട്ടിക്കലാശത്തിന്. വരും ദിവസങ്ങളിൽ വലിയ ആത്മവിശ്വാസം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ വെക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായാണ് സ്ഥാനാർത്ഥിയായെങ്കിൽ പോലും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്.